ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കേ ഒരു തേങ്ങാ ചോറ് ഉണ്ടാക്കണത് നോക്കിയാലോ? എല്ലാവരും ഉണ്ടാക്കണേക്കാരം, എന്നാലും ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോക്കാം, ബാ. നമുക്ക് എത്ര അരി വെച്ചാലും എടുക്കട്ടോ. ഞാൻ ഇവിടെ 2 നാഴി അരിയാണ് എടുത്തേക്കണത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ്. നമുക്ക് കുക്കർ, ഇഞ്ചിൻ്റെ ഒരു കുക്കർ അതിക്ക് ഞാൻ ഇടുകയാണ്. പലരും പല രീതിക്ക് ഉണ്ടാക്കും കേട്ടോ. ഞാൻ വേറെ രീതിക്കാണ്. ചിലവർ ഈ മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കും. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടാക്കും. അത് മലപ്പുറത്ത് കൂടെയൊക്കെ അങ്ങനെയാണ്, 2 രീതിക്ക് കൊണ്ട് തോന്നുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കാരണമാണ് ഉണ്ടാക്കൽ കേട്ടോ. ഞാൻ 2 രീതിക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടും ഇടാതെ ഉണ്ടാക്കലുണ്ട്. ബൾബിൻ്റെ വെളിച്ചെണ്ണ. ഇനി നമുക്ക് തേങ്ങ, ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു തേങ്ങ എടുക്കാം, ഒരു മുറി എടുക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ കുറച്ച് ആളുള്ളൂ, അപ്പോൾ ഒരു മുറി തേങ്ങ. പിന്നെ കുറച്ച് ഉലുവ, ലേസും മതി കേട്ടോ. കണ്ടോ, കുറച്ച് വെച്ചാൽ ചിലവർക്ക് ഉലുവൻ്റെ ചുവയല്ലാതെ പറ്റൂല. ലേസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. തോന വെക്കുമ്പോൾ പിന്നെ തോനിടും, അങ്ങനെ ഒക്കെ. പിന്നെ ഉപ്പ്, നമ്മളെ പാകത്തിന് കേട്ടോ. നമുക്ക് വെള്ളം പാരാം. അരിൻ്റെ തേങ്ങയൊക്കെ ഇട്ട് അതിൻ്റെ ലേസ് ഒരു കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കണം കേട്ടോ. തോന വേണ്ട, ലേസ് അങ്ങനെ പൊന്തി തന്നാൽ മതി. ഞാനങ്ങനെ ഇത്ര കപ്പ് ഞാനൊരു കണക്ക് നോക്കലാണ്. നമ്മൾ ഈ ഒരു വരൻ്റെ ഇതനുസരിച്ച് ഇതിൻ്റെ ഒരു ലേസ് ഇങ്ങനെ പൊന്തി നിൽക്കുക, അങ്ങനെയാണ് ഞാൻ നോക്കൽ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ അത് അങ്ങനെ നോക്കിക്കോളുകൊണ്ട്. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ രീതിക്ക് ഞാൻ പറഞ്ഞു തരാണ്. ഓക്കെ. അപ്പം വെള്ളം പാർന്നു, തേങ്ങ ഇട്ടു, ഉപ്പ് ഇട്ടു, ഉലുവ ഇട്ടു. പിന്നെ ഇതിക്ക് ചെറിയ ഉള്ളി ഇടണോലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചെറിയ ഉള്ളി ഇടില്ല. എനിക്ക് എൻ്റെ മകൾക്കൊന്നും ചെറിയ ഉള്ളി ഇഷ്ടമല്ല. ഒന്നാമത് അതാണ്, അതുകൊണ്ട് ഞാൻ ഇടില്ല. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ആയി. ഇതിക്ക് ലേസം ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് തീ വെക്കാം. ഒരിത്തിരി മതി കേട്ടോ, മഞ്ഞൾപ്പൊടി അല്ലേ, ലേസം മതി, ഓവറാവും വേണ്ട. അങ്ങനെ അത് ഇട്ട് നോക്കാം. വരാം. കുക്കറിൻ്റെ അടപ്പ് വെക്കാൻ മറന്നു. അതെ, ഇനി നമുക്കിത് വെച്ച് അടിച്ചാൽ ഇനി അടുപ്പത്തേക്കാം കേട്ടോ. ഞാൻ റേഷൻ അരി കേട്ടോ. മറ്റേ പലരും പല അരിയിൽ വെക്കും. നമ്മൾ നല്ല അരിയിലും വെക്കും. ഞാൻ റേഷൻ അരിയാണ് വെക്കണത്. അപ്പോൾ എനിക്ക് 3 വിസിൽ മതി. ഇനി വെന്തിട്ട് കാണിച്ചു തരാം. ഞാൻ ബീഫ് ആദ്യം വേവിച്ചു. അതെങ്ങനെ വേവിച്ചു ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മസാലപ്പൊടി മാത്രം കേട്ടോ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടി ഉപ്പിട്ടിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് വേവിച്ചു. അത് നല്ലോണം ഒന്ന് വേവിച്ച് വെച്ചിട്ടോ. മല്ലിപ്പൊടി ഒരു 4 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളകും പൊടി തന്നെ ഒരു 1/2 ടീസ്പൂണ്. ഇനി നമുക്കതിൽ കുരുമുളക് പൊടിയൊക്കെ ഇടാണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ തക്കാളി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, 2 തക്കാളി ഇട്ട് ഞാൻ നല്ലോണം അരച്ചിട്ട് ഞാൻ
പിന്നെ അത് നല്ലോണം ഈ എണ്ണയിലിട്ട് മൂപ്പിച്ച് എണ്ണയിൽ മൂപ്പിച്ചാൽ ഞാൻ ജീരകം വലിയ ജീരകവും പിന്നെ ഉലുവയും കൂടിയിട്ടുകാണ്ട് നല്ലോണം മൂപ്പിച്ചിട്ടുക കണ്ടോ. ഇതുപോലെ ഇങ്ങനെ മൂപ്പിച്ച് ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, ഇതിലേക്ക് ബീഫ് ഒഴിച്ചു. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ. നല്ല സ്മെല്ല് വരും കേട്ടോ. ബീഫ് നല്ലോണം ഒന്ന് കുറുകി സെറ്റാക്കട്ടോ. ഇവിടെ വെള്ളം തന്നെ ബീഫിൽ പറ്റൂല. ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. നമുക്ക് എന്താ കറിവേപ്പിൻ്റെ ഇല, ബീഫ് മസാല ഇടട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ബീഫ് മസാല ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബീഫ് മസാല ഇടാത്തത്. ബീഫിൽ കുറച്ച് കൂടുതൽ ഉപ്പിടാത്തത് എന്താ ചോദിച്ചാൽ നമുക്ക് തേങ്ങാച്ചോറ്റിലും ഉപ്പേക്കാരം, അപ്പോൾ പിന്നെ കൂടുതൽ ഉപ്പിടാത്തതാണ് നല്ലത്. അപ്പോൾ ഹലോ, നമ്മളെ തേങ്ങാച്ചോറ് കേട്ടോ, നല്ല തേങ്ങാച്ചോറ്, പാകത്തെ വേവും എല്ലാം ഉഷാറായി. എന്താ ബീഫ് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല വെന്തൊക്കെ ചെയ്തിട്ടുള്ള ബീഫും പപ്പടും പിന്നെ കട്ടൻ ചായയും ഇതാണ്. അപ്പോൾ എല്ലാവരും തേങ്ങാച്ചോറും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ലൈക്കും കാര്യമൊന്നുമില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക എല്ലാവരും. ബായ്.